നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നിലവിളിയോടെയാണ് ഇന്നലെ യൂറോപ്പിലെ ഓരോ ജനങ്ങളും ഭരണാധികാരികളും ഇന്നലെ ദിവസം കഴിഞ്ഞുകൂട്ടിയത്. ഇന്നലെ ടി വിയിൽ കണ്ട, സ്പെയിനിൽ കണ്ട കാഴ്ച ഓരോ യൂറോപ്പിലെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒരു ഭീതി പടർത്തിയിട്ടുണ്ട്. ഇല്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. പല ചാനലുകളും ആങ്കർമാര് സ്ത്രീകൾ കരഞ്ഞ് നിലവിളിച്ചു തുടങ്ങി. അവർ എന്നെ തേടി വരും, എൻ്റെ കുടുംബത്തെ തേടി വരും എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളും നിലവിളിക്കുന്ന വീഡിയോസുകൾ, ആങ്കേഴ്സ് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. യൂറോപ്പ് ഒന്നടങ്കം ഭയാനകമായിരിക്കുന്നു. ലണ്ടനിലെ, യു കെയിലെ ആങ്കേഴ്സ് പറയുന്നു അവർ നമ്മളെ തേടി വരും, നമ്മളെ തേടി വരും. മെലോണി ആണെങ്കിൽ പറയുന്നു 1 ഇഞ്ച് ഭൂമി ഞാൻ വിട്ടുതരില്ല എന്ന്. രണ്ട് വ്യക്തികൾ ചിരിക്കുകയാണ്. ജൂതനോട് അവന്റെ കളി കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇസ്രായേലിന്റെ പണിയുകയായിരുന്നു. ആരുടെ പരിപാടി? ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സോഷ്യലിസ്റ്റ് രാജാവിന്റെയോ അല്ലെങ്കിൽ ഏത് പ്രധാനമന്ത്രിയുടെ പണി. അതായത് തരം കിട്ടിയാല് നെത്തിന്യാഹുവിനെയും ട്രംപിനെയും കുറ്റം പറയുക, സോഷ്യലിസം പറഞ്ഞ് ഇവരെ ഓടിക്കുക. നെത്തിന്യാഹുവിനെയും ട്രംപിനെയും കുറ്റം പറയുമ്പോൾ പണി വരുന്നുണ്ട് അവറാച്ച എന്ന് രാജാവും പ്രതീക്ഷിച്ചില്ല. ഇത് വല്ലാത്തൊരു പണിയായിപ്പോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ജൂതനോടാണോ നിന്റെ കളി? വല്ലാത്തൊരു കളിയായിപ്പോ. നിങ്ങളും തമാശയാണോ ഈ പറയുന്നേ? പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ 19,000 ആളുകൾ, ഇവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആളുകളെ വിളിച്ചു വരുത്തണം മൊറോക്കോയില്, അവർക്ക് പണം കൊടുക്കണം, പിന്നെ അവർക്ക് ഈ പറയുന്ന കലാപാഹ്വാനം പോലെ അവിടെ സ്പെയിനിൽ കടയുന്ന കാറുകൾ കത്തിക്കുക, വീടുകളിൽ നിന്ന് സ്ത്രീകൾ അടിച്ചോടിക്കുക, വീടുകൾ കൈയടക്കുക. ഇതൊക്കെ ഒരു കോർഡിനേഷൻ വേണം. ഇതൊന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു 10,000 പേര് കൂടി നടക്കുന്ന കേസ്. ഇറ്റ് നീഡ്സ് കോർഡിനേഷൻ, ഇറ്റ് നീഡ്സ് മണി, ഇറ്റ് നീഡ് ലോജിക്കൽ സപ്പോർട്ട്, ലീഡർഷിപ്പ് വേണം. അതിന് ഇന്ന് അവസ്ഥ, ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ യൂറോപ്പിലല്ല, ആ ഒരു ഏരിയയിൽ മൊസാദ് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പങ്കുള്ളത്. കാരണം ഇതിന് പുറകിൽ മൊസാദ് തന്നെയാണ്. ഇതിന് മൊസാദ് ഒരു മെസ്സേജ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്, ഞങ്ങൾ വെറുതെ വിട്ടേക്ക്. ഞാൻ പറയുന്നു, ഈ സ്പെയിനിലെ രാജാവിനെ പിടി തുറങ്കിലടയ്ക്കണം. കാരണം എന്ത് അധികാരത്തിലാണ് താങ്കൾ ഈ ചെറുപ്പക്കാരെ നേരെ നിറയൊഴിച്ചിരിക്കുന്നത്? 58 പേര് മരിച്ചു പോയിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ വർഷങ്ങളോളം ലോകം മുഴുവൻ അടയ്ക്കുവാണു സ്പെയിൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യം. ലോകം മുഴുവൻ സംസാരിക്കുന്ന രണ്ടാമത്തെയോ ഒന്നാമത്തെയോ ഭാഷയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഇത്രയും കാലം നിങ്ങൾ അടക്കി വന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് സ്വാതന്ത്ര്യം ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. നിങ്ങൾ ഇസ്രായേലിനോട് ഇങ്ങനെയല്ലേ ചോദിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പാലസ്തീനിലേക്ക് നിങ്ങൾ ബോംബ് അയക്കുന്നു? നിങ്ങൾ കാണിക്കുന്ന തെറ്റാണോ? അയാൾ ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോഡ് പ്രോസിക്യൂട്ട് ചെയ്യണം ആ പറയുന്ന രാജാവിനെയും ആ പറയുന്ന രാജ്യത്തിന്റെ തലവനെയും. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഈ പറഞ്ഞ യുവാക്കളെ കൊല്ലാൻ? അവരെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. നിങ്ങൾ AK-47 കൊടുത്ത് പട്ടാളത്തെ വിട്ടു. എന്തിന് നിങ്ങൾ വിട്ടു? ഞാൻ ചോദിക്കുന്നു. ശരിയല്ലേ? ഇതല്ലേ നിങ്ങൾ ചോദിച്ചിരുന്ന കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേലിനോട് ചോദിച്ചിരുന്നേ? അത് ഇസ്രായേലിലേക്ക് നമ്മൾ ഇപ്പൊ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരേ ഒരു പാറ്റേൺ, അത് ഇസ്രായേലിലേക്ക് ആ ഒരു മതിൽ തകർത്തുകൊണ്ട് കുറെ ആളുകൾ പോകുന്നു. അതേപോലത്തെ ഒരു സെയിം പാറ്റേൺ ആണ് മൊറോക്കോയിലേക്കും ഇസ്രായേൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്റെ ബലമായ സംശയം, ഇതിന് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ ഇതൊരു പക്ഷെ ഒരു പാറ്റേൺ. ഇന്ന് ഇതുപോലത്തെ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ CIA-ക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ഇസ്രായേലിനും ആയിരിക്കാം. ഒരു പക്ഷെ ഒരുപാട് പേര് വന്നൊരുപാട് തിരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. കുറെ ആളുകൾ ആരോ പറഞ്ഞു അവരോട് സ്പെയിനിൽ പോയാൽ പണമുണ്ട്, അവിടെ തേനും പാലും. കുറെ പേര് വന്നിട്ട് പറയുന്നു ഇവിടെ ഒരു സിഗരറ്റ് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ 500 രൂപ കൊടുക്കണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വന്നവനൊക്കെ നീന്തി തിരിച്ചു പോവുകയാണ്. കാരണം സ്പെയിനിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരാണ്. എൻ്റെ ഒരു സുഹൃത്ത് സ്പെയിനിൽ ജോലിക്ക് പോയിട്ട് അവൻ പറയുന്നു ഒരു ജോലിയും കിട്ടാനില്ല എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ ഇവർ എന്ത് ജോലി കിട്ടും? ആകെ അറിയാവുന്ന ഇപ്പം വന്നവരൊക്കെ വന്നു കുറെ. പിന്നെ ഈ അവിടെ കൊലക്കേസിൽ, റേപ്പ് കേസിൽ പെട്ടവരൊക്കെ അവിടെ തന്നെ തങ്ങി നിൽക്കും. ബാക്കി അത്യാവശ്യമൊക്കെ പണിയെടുക്കാൻ പറ്റുന്നവരൊക്കെ മൊറോക്കോയിലേക്ക് തിരിച്ചു പോയി തുടങ്ങി. ഇതൊരു സൂചന കൊടുക്കുകയാണ് മൊസാദ് എന്നുള്ളതാണ് എൻ്റെ ബലമായ അഭിപ്രായം. ഈ പറയുന്ന സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യനെ പോലും വിമർശിക്കാൻ വന്നു. അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് 1-2 കമ്പനീസ് നമുക്കുണ്ട്, ആയുധ ഇടപാടുകൾ അല്ലെ. ടാറ്റയുണ്ട്, പിന്നെ നമ്മുടെ റഫേലുമായി നമുക്ക് ബന്ധമുണ്ട്, പിന്നെ അദാനിക്ക് 1-2 കമ്പനികളുണ്ട്, ഇസ്രായേലുമായി ലോജിസ്റ്റിക്സ് ബന്ധമുണ്ട്. അപ്പൊ ഇന്ത്യനെ പോലും ഇന്ത്യ ജെനിസൈഡിനെ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യനെ പോലും
ശാസിക്കാൻ മാത്രം വളർന്നു വന്നൊരു രാജ്യമായിരുന്നു സ്പെയിൻ. ഇന്ന് അവരുടെ അവസ്ഥ എന്താണ് അല്ലെ? ഇതൊക്കെ ഒരു പാഠമാണ്, കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. മെലോണി കഴിഞ്ഞ മാസമാണ് ട്രംപിനെ ശകാരിക്കാൻ പോയ മെലോണി ഇന്ന് കൊട്ടാരത്തിന് ഓടി കളിച്ചിട്ട് പറയാണ്, എനിക്ക് ഇനി ഞാൻ ഒരു ഇഞ്ച് ഭൂമി വിട്ടുതരില്ലെന്ന്. ആർക്ക് വേണം താങ്കളുടെ ഒരു ഇഞ്ച് ഭൂമി? ചിന്തിച്ചു നോക്കുക. അതായത് യൂറോപ്പിലെ ഈ പറയുന്ന സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്ത സോഷ്യലിസം പറയുന്ന കമ്മ്യൂണിസത്തെ ഒരുപാട് കമ്മ്യൂണിസത്തെ മുറുകെ പിടിക്കുന്ന നേതാക്കന്മാർക്ക് ഇതൊരു മൊസാദ് കൊടുത്ത പണിയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.